മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിച്ച റാം എന്ന സിനിമയുടെ അപ്ഡേറ്റുമായി കഴിഞ്ഞ ദിവസം ജിത്തു ജോസഫ് തന്നെ ഒരു പൊതുവേദിയിൽ എത്തിയിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു ചിത്രത്തിന്റെ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. നേരെ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഫഹദ് ഫാസിലാണ് ജിത്തു ജോസഫിന്റെ പടത്തിൽ നായകൻ. നേര് തിരക്കഥ ഒരുക്കിയ ശാന്തി മായാദേവി തന്നെയാണ് ഈ സിനിമയുടെ എഴുത്തുകാരി. E4 എന്റർടൈൻമെന്റ് ആണ് നിർമ്മാണം. ജിത്തു ജോസഫ് ഫഹദ് ഫാസിൽ കോംബോ മികച്ചൊരു സിനിമാനുഭവം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാസ്വാദകർ. ചിത്രത്തെ സംബന്ധിച്ച് മറ്റ് വിവരങ്ങൾ പിന്നാലെ പുറത്തുവരും. മോഹൻലാൽ നായകനായി എത്തി കഴിഞ്ഞ ഡിസംബറിൽ റിലീസ് ചെയ്ത ചിത്രമായിരുന്നു നേര്. പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ചിത്രം 100 കോടി ബിസിനസ്സും സ്വന്തമാക്കിയിരുന്നു. അതേസമയം റാം എന്ന മോഹൻലാൽ ചിത്രത്തിനായാണ് കഴിഞ്ഞ കുറെ നാളായി മലയാളികൾ കാത്തിരിക്കുന്നത്. ജിത്തു ജോസഫ് തന്നെയാണ് സിനിമ സംവിധാനം ചെയ്യുന്നതും ആക്ഷൻ ത്രില്ലർ ഗണത്തിലൊരുങ്ങുന്ന റാമിന്റെ രചന നിർവഹിച്ചിരിക്കുന്നതും ജിത്തു തന്നെയാണ്. ഇന്ദ്രജിത്ത്, സിദ്ദിഖ്, സായ്കുമാർ, ആദിൽ ഹുസൈൻ, വിനയ് ഫോർട്ട്, ദുർഗ കൃഷ്ണ തുടങ്ങിയവരൊക്കെ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ചിത്രത്തിൽ തൃഷയാണ് നായികയെ എത്തുന്നത്. പുതിയ സിനിമ പ്രഖ്യാപിച്ചപ്പോൾ റാം വീണ്ടും താമസിക്കുമോ എന്നുള്ള വലിയ കൺഫ്യൂഷനിലായിരുന്നു ആരാധകരല്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് കൂടി ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടുകയും ചെയ്തു. പുതിയ ചിത്രം പ്രഖ്യാപിച്ചെങ്കിലും ഈ ചിത്രത്തിന്റെ ഷൂട്ട് റാം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിന് ശേഷമായിരിക്കും തുടങ്ങുക എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകർ വിഷമിക്കേണ്ട, അതിനു മുമ്പേ തന്നെ റാം നമുക്ക് മുന്നിലേക്ക് എത്തും. ജിത്തു ജോസഫ് നേരത്തെ തന്ന അപ്ഡേറ്റ് റാം ഉടനെ തുടങ്ങും എന്നതായിരുന്നു. അത് ഉടനെ തന്നെ തുടങ്ങുക തന്നെ ചെയ്യും. ഏതാണ്ട് ചിത്രത്തിന്റെ 75% ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആദ്യ പാർട്ടും രണ്ടാം പാർട്ടും ചേർന്നാണ് 75% ഷൂട്ട് തീർന്നിരിക്കുന്നത്. ഇനി ബാക്കിയാണ് ഷൂട്ട് ചെയ്യേണ്ടതും. UK-യിൽ ഏതാണ്ട് 3-4 ദിവസത്തെ ഷൂട്ട് ബാക്കിയുണ്ട്. അത് പാർട്ട് 2ന്റെ ഷൂട്ടായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 50 ദിവസത്തെ ഷൂട്ടാണ് ടുണീഷ്യ, ഇസ്രയേൽ എന്നിവിടങ്ങളിലായി തീർക്കാനുള്ളത്. അത് പാർട്ട് 1ന്റെ ഷൂട്ടായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഷൂട്ട് പുനരാരംഭിക്കുന്നത് ഓഗസ്റ്റിലായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് നേരത്തെ തന്നെ. കൂടാതെ ആദ്യ പാർട്ടിന്റെ റിലീസ് ഈ വർഷം തന്നെ ഉണ്ടാകും എന്നതാണ് മറ്റൊരു അതിശയിപ്പിക്കുന്ന കാര്യം. ആദ്യ പാർട്ടിന്റെയും സെക്കൻഡ് പാർട്ടിന്റെയും ഒക്കെ ഷൂട്ടിംഗ് ബാക്കിയുള്ളപ്പോൾ ഇതെങ്ങനെ സാധ്യമാകുമെന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ആകാംക്ഷ പ്രേക്ഷകർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ വർഷം 2024 ക്രിസ്മസ് റിലീസായി റാമിന്റെ ആദ്യ പാർട്ട് റിലീസ് ചെയ്യാനുള്ള പ്ലാനിംഗ് ആണ് അവർ നടത്തുന്നത്. റാമിന്റെ ആദ്യ പാർട്ടിന്റെയും ഷൂട്ട് ഇനി നടത്തേണ്ടതുണ്ട് എന്നതാണ് അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമാക്കുന്നതും. എന്തായാലും 75% ഷൂട്ടിംഗ് ഇതിനോടകം റാമിന്റെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ബാക്കിയാണ് ചിത്രീകരിക്കേണ്ടതും. എന്തായാലും ജിത്തു ജോസഫിന്റേതായി നിരവധി സിനിമകളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടുത്തിടെ ജിത്തു ജോസഫ് അവതരിപ്പിക്കുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം എത്തിയതും. തന്റെ പ്രധാന സംവിധാന സഹായിയും ശിഷ്യനുമായ അർഫാസ് അയ്യൂബാണ് ആ ചിത്രം ഒരുക്കുന്നത്. ലെവൽ ക്രോസ് എന്ന ആസിഫ് അലി നായകനാകുന്ന ചിത്രമായിരുന്നു അത്. ഇതേ അവസരത്തിലായിരുന്നു റാമിന്റെ ഷൂട്ടിംഗ് ഉടൻ തുടങ്ങുമെന്ന് ജിത്തു അറിയിച്ചതും. എന്തായാലും ആവേശം എന്ന ചിത്രത്തിന് ശേഷം ഫഹദിന്റെ ഡിമാൻഡ് കൂടിയിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ മികച്ച സിനിമകൾ അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നതുമുണ്ട്.